വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. പുറത്തുവിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ AI ഓഡിയോ ആണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന മാത്യു കുഴൽനാടൻ MLA. ആരോപണം വ്യാജമാണെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം വിടാൻ തയ്യാറാണെന്നും MLA. കേരളത്തെ തകർത്ത പ്രളയം മനുഷ്യനിർമ്മിതമായിരുന്നുവെന്നാരോപിച്ച് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ AI ഓഡിയോ ആണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് MLA. വ്യാജമാണെന്ന് തെളിയിക്കുന്നതിനായി ക്രിമിനൽ പരാതി കൊടുക്കട്ടെ എന്നും മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ ഒരു സിറ്റിംഗ് മിനിസ്റ്റർക്കെതിരെ എന്നെപ്പോലെ ഒരാൾ ഇപ്പോൾ ഒരു AI ഓഡിയോ ഉണ്ടാക്കി അതും ഇതുപോലത്തെ ഒരു ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ടൈമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈവൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിൽ ഇന്ന് BNS പഴയ IPC പ്രകാരം ഫോർജറി അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുന്ന കൃത്രിമമായ ഓഡിയോ ക്ലിപ്പുകളോ ഇന്ന് ക്രിമിനൽ കുറ്റമാണ്. ഇന്നിപ്പോൾ പോലീസ് അവരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അന്വേഷണം പോലീസ് പിണറായി വിജയൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹം കടലാസിലൊരു പരാതി എഴുതി കൊടുത്താൽ എനിക്കെതിരെ ഇന്ന് ക്രിമിനൽ നടപടി ഇന്നുണ്ടാകണ്ടേ. AI വീഡിയോ ആണോ സംശയം, അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ഒരുപക്ഷെ ഞാനിപ്പോൾ പരാതി കൊടുത്താൽ പോലീസ് പ്രതികരിക്കത്തില്ല, കാരണം ഭരണം അവരുടെ ആയിരുന്നു. ഇതിപ്പോൾ അവർ ഭരണത്തിലിരിക്കുമ്പോൾ മാത്യു കുഴൽനാടൻ കൃത്രിമമായ ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയെങ്കിൽ തീർച്ചയായിട്ടും അവർ നടപടിയാണ്. ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു ക്രിമിനൽ കംപ്ലയിൻറ്റ് കൊടുക്കട്ടെ. ക്രിമിനൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോഴുള്ള എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പറ്റും. അപ്പോൾ ഈ സർക്കാരും അല്ലെങ്കിൽ ഇനി ഇതിന് പുറകെ വരുന്ന സർക്കാരും അത് അന്വേഷിക്കുന്നു. അപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുക. ആരോപണം വ്യാജമാണെന്ന് തെളിയിച്ചാൽ രാഷ്ട്രീയം വിടാൻ തയ്യാറാണെന്നും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ MLA സ്ഥാനം രാജിവെക്കാനും തയ്യാറാണെന്നും MLA പറഞ്ഞു. ഇത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നൊക്കെ പറയുമല്ലോ. ശാസ്ത്രീയ പരിശോധനയൊക്കെ ഞാനും അങ്ങനെ വെറുതെ ഒരു കാര്യം പറഞ്ഞു കൂട്ടണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ കിട്ടുകയോ ചെയ്യുമ്പോൾ അതിന്റെ ശാസ്ത്രീയ പരിശോധന, അതിന് മിനിമം വേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യും. അതിന് വേണ്ടി സമയമെടുക്കും, അതിനു വേണ്ടി കാര്യങ്ങൾ എടുക്കും. സോ ദാറ്റ് ഇസ് അവർ ശാസ്ത്രീയ പരിശോധന നടത്തുന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ശാസ്ത്രീയമായിട്ടൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ എല്ലാ കാര്യവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു കൊണ്ടുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം പറഞ്ഞിരുന്നു, ഈ കരിമണൽ കർത്തയുടെ ഡയറിയിൽ PV എന്ന് എഴുതിയിരിക്കുന്നത് പിണറായി വിജയനാണ് അന്ന് മുഖ്യമന്ത്രി വന്ന് പറഞ്ഞത്. PV എന്നത് ഞാനല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ അതിൻ്റെ ആ ഡയറി ഒറിജിനലി പുറത്തു വന്നല്ലോ. PV പിണറായി വിജയൻ എഴുതിയിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞു PV പിണറായി വിജയൻ അല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറയാണ്, വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇത് ഞാൻ കൃത്രിമമായി ഉണ്ടാക്കിയ ഓഡിയോ ക്ലിപ്പാണ് എന്ന് തെളിയിച്ചാൽ ഐ വിൽ ജസ്റ്റ് ക്വിറ്റ് പോളിറ്റിക്സ്. അല്ലെങ്കിൽ ഞാൻ ഇനി ഈ തെരഞ്ഞെടുക്കപ്പെട്ടാലും ഞാൻ MLA സ്ഥാനം രാജിവെച്ച് എൻ്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ഇതിനപ്പുറം നമ്മൾ എങ്ങനെയാണ് പറയും? എന്താ പറയും? PVയുടെ കാര്യം നിങ്ങൾ മറന്നു കാണും. ഞാൻ അന്ന് പറഞ്ഞു, LDF എന്നെ ഞാനെല്ലാം ചെയ്യുന്ന തെറ്റാണെന്ന് അല്ലെങ്കിൽ ഇതാണെന്ന് പറയുന്ന CPM-നോട് ഏറ്റവും നല്ല കാര്യം ഞാൻ പറഞ്ഞതാണ്. PV പിണറായി വിജയൻ ആണെന്ന് ഞാൻ പറഞ്ഞു. PV ഞാനല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും കഴിഞ്ഞ നാളുകളിൽ ആ ഡയറി പുറത്തു വന്നു. ഡയറിയിൽ നമ്മൾ PVയുടെ നേരെ പിണറായി വിജയൻ എഴുതിയിരിക്കുന്ന ഹാൻഡ് റിട്ടൺ നോട്ട്സ് നമ്മൾ കണ്ടു. അപ്പോൾ ആരാണ് കള്ളം പറഞ്ഞത്? കള്ളം പറഞ്ഞ മാത്യു കുഴൽനാടനാണ്, പിണറായി വിജയനാണ്. ഇതെല്ലാവരും ചേർന്ന് കോടാനുകോടി രൂപ സമ്പാദിച്ച് കേരളത്തെ ഒറ്റുകൊടുത്ത, കേരളത്തെ തകർത്ത സംഭവമാണ്. ഇതിനോടനുബന്ധിച്ചും ധാരാളം കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ നടന്നത് കൊള്ളയാണ്, അഴിമതിയും കൊള്ളയും. പ്രളയം കൊണ്ട് ലാഭമുണ്ടായത് CPM-നാണെന്നും സമയബന്ധിതമായി ഡാം തുറന്നിരുന്നെങ്കിൽ പ്രളയം ഉണ്ടാകുമായിരുന്നില്ല. ദുരന്ത നിവാരണം വരുന്നത് മുഖ്യമന്ത്രിയുടെ കീഴിലാണെന്നും നഷ്ടപ്പെട്ടത് ജനങ്ങൾക്ക് മാത്രമാണെന്നും മാത്യു കുഴൽനാടൻ MLA. അതായത് നിങ്ങൾ ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ ഫൈൻഡിങ് അമിക്കസ് ക്യൂറി ഡൺ എ ഗ്രേറ്റ് ജോബ്. അതിൻ്റെ അകത്ത് അതിനുശേഷം ഒരുപാട് അതിൻ്റെ പറയാനാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് പറയാനുണ്ട്. ഈ കേന്ദ്ര ഏജൻസിയായ C&AGയുടെ റിപ്പോർട്ടിൽ കേരളത്തിലെ ഡാമുകൾക്ക് റൂൾ കർവ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. നാളുകളായി പറഞ്ഞിട്ട് അവരെ ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യമുണ്ട്. റൂൾ കർവ് ഉണ്ടായിരുന്നെങ്കിൽ നിയമപരമായി ഇത്ര സെൻറ്റിമീറ്റർ വരുമ്പോൾ അവർ തുറന്നുവിടാൻ ബാധ്യസ്ഥരായിരുന്നു. റൂൾ കർവ് ഉണ്ടാക്കാതെ വെച്ചുകൊണ്ടിരുന്ന ഈ സർക്കാരാണ്. റൂൾ കർവ് ഉണ്ടാക്കണമെന്ന്
കേന്ദ്ര CNDG സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞിട്ടും റൂൾ കർവ് ഉണ്ടാക്കാതിരുന്ന ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടിയുടെ പേരിൽ ആ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റാത്തതിൻ്റെ പേരിലാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഈ പ്രളയം ഇതുപോലെ സഫർ ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ മാത്യു ടി തോമസിനും തുറന്നു വിടണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർക്ക് നിങ്ങൾ തുറക്കാൻ പറ്റേ എന്ന് പറയാൻ കഴിയില്ല. റൂൾ കർവ് ദാറ്റ്സ് എ റൂൾ. അങ്ങനെയാണ് ഈ നോംസും സ്റ്റാൻഡേർഡ്സും മാത്രമല്ല, തന്നെ ഇതിൻ്റെ അകത്ത് എല്ലാ കൺവെൻഷണൽ പ്രോട്ടോകോൾസും ഒരു ബ്രേക്ക് ചെയ്തില്ലേ. ആരാണ് ഇവർക്ക് അതിനുള്ള അധികാരം കൊടുത്തത്? ചെങ്ങന്നൂരിലെ ചെളി അടിച്ചു കയറാൻ കാരണം എന്താ? താഴത്തെ സ്യൂസ് തുറക്കാൻ they break all the conventional codes of dam management. Who authorized them to do this? ആരാണ് ഇവരത്? ജനമല്ലേ സഫർ ചെയ്തത്, കേരളമല്ലേ സഫർ ചെയ്തത്. എത്ര $1 million അല്ലെങ്കിൽ എത്ര കോടാനുകോടി രൂപയുടെ നഷ്ടം സഹിച്ചു? അവർക്കാർക്കും നഷ്ടം ഉണ്ടായില്ല. പ്രളയം കൊണ്ട് ലാഭം ഉണ്ടായ പാർട്ടിയാണ് CPM. പ്രളയം കൊണ്ട് ലാഭം ഉണ്ടായ പാർട്ടിയാണ് CPM. നഷ്ടപ്പെട്ടത് മുഴുവൻ ഇവിടുത്തെ ജനങ്ങൾക്കാണ്. ഇന്ന് ആരോ പറഞ്ഞെന്ന് ഞാൻ പശുവും ചത്തു, മോരിൻ്റെ പുളിയും പോയി. ശരിയാണ്, പശു ചത്തു. പക്ഷെ ഇത് അനുഭവിച്ചതിൻ്റെ വേദനയുണ്ടല്ലോ, അതിപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് മന്ത്രിമാർ നിങ്ങൾ ഈ സുഖലോലുപതയിൽ ഇരിക്കുമ്പോൾ നിങ്ങളതൊക്കെ മറന്നു പോകുന്നതാണ്. മോരിൻ്റെ പുളി മാറിയിട്ടില്ല, ഇറ്റ് ഇസ് സ്റ്റിൽ ദർ. കാരണം ദ ഹോൾ ഓപ്പറേഷൻസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കീഴിൽ ചെയ്തതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇനീഷ്യേഷൻ ഇല്ലാതെ മാത്യു ടി തോമസ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. മുഖ്യമന്ത്രി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരമാണ് അവർക്ക് കിട്ടിയത്. അതിൻ്റെ ഇടയ്ക്കാണ് അവർ അതിൻ്റെ ലാഭം ഉണ്ടായത്. സോ വലിയ കൊള്ള നടക്കുമ്പോൾ ചെറിയ വീതം കൂടെ നിൽക്കുന്നവർക്ക് കിട്ടുമല്ലോ. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. മേരി മത കൺസ്ട്രക്ഷൻ കമ്പനി ഏതാണെന്ന് വ്യക്തമാക്കേണ്ടത് കെ കൃഷ്ണൻകുട്ടിയാണെന്നും MLA പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.